നമസ്കാരം. ഈ ചാനലിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞ മട്ടാണ്. ഇന്നലെ കുറേ സമയം എൻ്റെ ചാനലേ കണ്ടില്ല, പിന്നെ അത് രണ്ടാമത് വന്നു. അപ്പോൾ ഞാൻ ഇടുന്ന കണ്ടൻറ്റ് മുഴുവൻ മറ്റേ കേസാണല്ലോ. പക്ഷേ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് സെക്സ് പറയാൻ മാത്രമല്ല, എൻ്റെ ഇത്രയും കാലത്തെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. അത് എറണാകുളത്തുള്ള ഗുണ്ടാ സംഘങ്ങൾ, അവരുമായിട്ടൊക്കെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഞാൻ ഈ സ്ത്രീ വിഷയത്തിൽ കൂടുതലും ഇതായെന്ന് പറഞ്ഞാൽ, ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു തലക്കം തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അതിൽ സെക്സിൻ്റെ അതിപ്രസരമായിപ്പോയി. അതാണ് ഈ ചാനലിന് പ്രോബ്ലം ഉണ്ടാകാനൊക്കെ കാരണം. ഞാൻ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. എനിക്ക് വെറും സ്ത്രീ വിഷയം മാത്രമല്ല, അല്ലാണ്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോട് പറയണമെന്നുണ്ട്. എൻ്റെ ലൈഫിൽ ജോലി സംബന്ധമായിട്ടുള്ളതും അങ്ങനെ ഒരുപാട് എനിക്ക് പറയാനുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടല്ല, അതങ്ങനെ ഇതായി കിടക്കണം. അപ്പം ഞാൻ ഈ പുതിയ ചാനൽ പറഞ്ഞാൽ അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ അപ്പോൾ എനിക്ക് അതിലൂടെ സംസാരിക്കാൻ പറ്റും. കാരണം ഈ ചാനൽ എപ്പോഴാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് പിന്നെ മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ പള്ളിയിലെ അച്ഛന്മാരെ ഞാൻ വിടാണ്ട് ഇങ്ങനെ പറയൂലേ, അതൊക്കെ ഈ ചാനലിൽ പോകാനുള്ളൊരു കാരണമാണ്. അല്ലാണ്ട് വെറുതെ ഒന്നിപ്പോൾ ഒരു യൂട്യൂബിലെ ചാനലിൽ പോകുന്നില്ല. സെക്സ് ഞാൻ പറഞ്ഞതിലും കൂടുതൽ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് യൂട്യൂബിൽ. പക്ഷെ പള്ളിയിലെ അച്ഛന്മാരൊന്നും ആരും പറയൂല. ഞാൻ പണ്ടേ ഒരിക്കൊക്കെ ഒരു കണ്ണിലെ കരടാ. അപ്പോൾ മറ്റേ ചാനലിൽ വന്നാൽ ഞാനിപ്പോൾ ഈ പള്ളിക്കാരെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു മൂഡില്ല ഒന്നിനും, അതാണ് ഞാനിപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. മൈൻഡൊക്കെ ഒരു ആബ്സെൻറ്റ് മൈൻഡായി കിടക്കുക. അതൊക്കെ ലെവലാവും, ഞാനൊക്കെ റിക്കവറി ആവും. അപ്പം നമസ്കാരം.